പണ്ടെപ്പോഴോ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കേട്ടൊരു കഥ. ആ കഥ മനസ്സിൽ വന്നപ്പോൾ ആ കഥയെ അടിസ്ഥാനപ്പെടുത്തി ഈ വചന ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് കരുതി. കഥയാകാം, ഒരുപക്ഷെ അത് സംഭവിച്ച കാര്യമാകാം. ഗ്രീസിൽ മാസിഡോണിയ രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിരുന്ന ഫിലിപ്പ് രണ്ടാമൻ. ഈ ഫിലിപ്പ് രണ്ടാമൻ്റെ മകനാണ് അലക്സാണ്ടർ. ഗ്രീസിലെ മാസിഡോണിയ ചക്രവർത്തിയായ ഫിലിപ്പ് രണ്ടാമൻ്റെ മകനാണ് അലക്സാണ്ടർ. ഈ അലക്സാണ്ടർ ഒരു ദിവസം, അപ്പൻ ചക്രവർത്തിയായ ഫിലിപ്പ് രണ്ടാമൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അപ്പാ, ഈ രാജകൊട്ടാരത്തിൻ്റെ മതിലിനപ്പുറത്ത്, കോട്ടമതിലിനപ്പുറത്ത് ധാരാളം കുട്ടികളുണ്ടെന്ന് പരിചാരകർ പറയണ കേട്ടു. നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കാം, ഒരുപക്ഷെ കഥയായിട്ട് എഴുതപ്പെട്ടതായിരിക്കാം, ഒരുപക്ഷെ നടന്ന സംഭവമായിരിക്കാം. ഏതായാലും ഈ അലക്സാണ്ടർ എന്ന കുട്ടി അവൻ എന്നിട്ട് അപ്പനോട് പറയുക, ഈ കൊട്ടാരത്തിൻ്റെ കോട്ടമതിലിന് അപ്പുറത്ത് ധാരാളം കുട്ടികളുണ്ടെന്ന് പരിചാരകർ പറഞ്ഞു കേട്ടു, ശരിയാണോ അപ്പ? ചക്രവർത്തി പറഞ്ഞു, മകനെ, ഈ കൊട്ടാരത്തിൻ്റെ കോട്ടമതിലിനപ്പുറത്ത് ധാരാളം കുട്ടികളുണ്ടെന്ന് അവർ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ അലക്സാണ്ടർ ചോദിച്ചു, അപ്പാ, അങ്ങനെയെങ്കിൽ ഞാനും പോയി ആ കുട്ടികളുടെ ഒപ്പം നിങ്ങൾ എൻ്റെ കൂടെ കഥയിൽ ചേർന്നു, ഞാനും പോയി കുട്ടികളുടെ ഒപ്പം കളിച്ചോട്ടെ. കാരണം ഈ കൊട്ടാരത്തിൻ്റെ അകത്ത് അവന് കളിക്കാൻ കൂട്ടുകാരാരുമില്ല, അപ്പുറത്ത് പോയി കളിച്ചോട്ടെ. അപ്പൻ അവനോട് പറഞ്ഞു, നീ പുറത്തുള്ള കുട്ടികളുടെ കൂടെ പോയി കളിക്കുകയോ അവരുടെ കൂടെ ആയിരിക്കുകയോ ഉല്ലസിക്കുകയോ എന്തു വേണമെങ്കിലും ചെയ്തോ, ഒരു കാര്യം നീ ശ്രദ്ധിക്കണം. എന്താണെന്നറിയാമോ? നീ മാസിഡോണിയ ഭരിക്കുന്ന ഫിലിപ്പ് രണ്ടാമൻ്റെ മകനാണെന്ന കാര്യം ഒരിക്കലും മറന്നു പോകരുത്. ഇതാണ് അപ്പൻ മകനോട് പറഞ്ഞത്. നീ കൊട്ടാരത്തിന് പുറത്തു പോയി കൂട്ടുകാരുടെ ഒപ്പം കളിച്ചോ, ഒരു കുഴപ്പവും ഇല്ല. പക്ഷേ എപ്പോഴും നീ ഒരു കാര്യം ഓർക്കണം, മാസിഡോണിയ ഭരിക്കുന്ന ഫിലിപ്പ് രണ്ടാമൻ ചക്രവർത്തിയുടെ മകനാണ് നീ എന്ന കാര്യം മറക്കാൻ പാടില്ല. എന്ന് വച്ചാൽ ഈ കഥ നമ്മോട് ഓരോരുത്തരോടും പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ആരാണെന്ന് ഒരിക്കലും നീ മറക്കരുത്. വേറൊരു വഴിയിലേക്ക് കഥ കൊണ്ടുവരുവാണെങ്കിൽ, ഈ രാത്രി ക്രിസ്ത്യാനിയായ എനിക്കും നിനക്കും ഇങ്ങനെ ധ്യാനിക്കാം, ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ മറക്കരുത്, നമ്മളൊരു ക്രിസ്ത്യാനിയാണ്. ആണോ? ഒരിക്കലും അത് മറക്കരുത്. ഒന്ന് കരമടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ, ഹല്ലേലൂയ. അപ്പം ഈ സംഭവം, ഈ കഥ ഇങ്ങനെ ഓർത്തെടുത്തപ്പോൾ എൻ്റെ മനസ്സിൽ, എൻ്റെ ലൈഫിലൂടെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കടന്നുപോയി. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്തു വയ്ക്കാം. പൗരോഹിത്യ പട്ടം സ്വീകരിച്ച് ഈ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നാളുകൾ, ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യ വർഷങ്ങളിലൊക്കെ എനിക്കുണ്ടായിരുന്ന വലിയൊരു അസ്വസ്ഥത എന്ന് ചോദിച്ചാൽ, ഈ ഡിവൈനിലൊക്കെ ധ്യാനത്തിന് വരുമ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഈ ഒന്നാം പ്രമാണമൊക്കെ ലംഘിച്ച് അന്ധവിശ്വാസങ്ങളൊക്കെ ആയിട്ട് പോയി ജീവിതത്തിൽ വലിയ തകർച്ചയിലൂടെയൊക്കെ കടന്നുപോയ ചിലർ സങ്കടപ്പെട്ടുകൊണ്ട് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ധ്യാനത്തിന് വരുമ്പോൾ പലരും ജപിച്ച തകിട്, ചരട്, ഏലസ് അവിടെ കൊണ്ട് അത് ചെയ്തതാ ഇത് ചെയ്തതാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഡപ്പയ്ക്കകത്താക്കി, അച്ഛാ എങ്ങനെയെങ്കിലും ഒന്ന് മേടിക്കച്ചാ, കാരണം വലിയ ആവേശത്തിൽ പോയി മേടിച്ചതാണ്. ആരോ പറഞ്ഞു രോഗം മാറാൻ അവിടെ പോയി ഏതാണ്ടൊക്കെ ചെയ്താൽ മതി, വീട് പണിയല്ലേ എല്ലാം ഭംഗിയായിട്ട് നടക്കണം, അല്ലെങ്കിൽ മക്കളുടെ ജോലി കിട്ടാൻ ഇന്നത് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ആരോ പറഞ്ഞ് എവിടെയൊക്കെയോ പോയി ഏതാണ്ടൊക്കെയോ ചെയ്തു കഴിഞ്ഞാൽ ആ സമയത്ത് എന്തൊക്കെയോ ടെമ്പററി ആയിട്ടുള്ള സന്തോഷങ്ങളൊക്കെ കിട്ടിയിട്ടുമുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം തിരിച്ചടിക്കാൻ തുടങ്ങി, അസ്വസ്ഥതയായി. അപ്പോഴാണ് ധ്യാനമന്ത്രത്തിലേക്ക് ഓടി വന്നേക്കണേ, അച്ഛാ ഇത് ഇരുന്നിട്ടോ രക്ഷയില്ല, ജീവിതം മുഴുവൻ തകർന്നുകൊണ്ടിരിക്കുക, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷ പറഞ്ഞു, ഇതൊന്ന് മേടിക്കച്ചോ, ഇത് പറഞ്ഞുകൊണ്ടാണ് വന്നത്. അപ്പോൾ പൗരോഹിത്യ പട്ടം സ്വീകരിച്ച ആദ്യ വർഷങ്ങളിലൊക്കെ ഇങ്ങനെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും ഇതൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ, ധ്യാന ശുശ്രൂഷകളും കാര്യങ്ങളൊക്കെ. ഇവർ വരുന്ന സമയത്ത് സത്യത്തിൽ എനിക്കും നല്ല പേടിയുണ്ടായിരുന്നു. ഇവർ അച്ഛാ മേടിക്കുന്നു പറഞ്ഞാൽ കൊണ്ടുപോനെ, അവർക്ക് കഷ്ടകാലമായിട്ടാണല്ലോ കൊണ്ടുവന്നത് അല്ലേ? ആ കഷ്ടകാലം ഞാൻ മേടിച്ച് എല്ലാം അച്ഛൻ്റെ നെഞ്ചത്തേക്ക് ഇരിക്കട്ടെ, അച്ഛാ മേടിക്കച്ഛന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നത്. പക്ഷെ ഞാൻ എൻ്റെ ഉള്ളിൽ പേടി ഉണ്ടെങ്കിലും ഞാൻ ആരും ഈ പേടി കാണിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ആ കാര്യത്തിലൊക്കെ മിടുക്കുക, ഉള്ളിലുണ്ടെങ്കിലും അത് മറച്ച് വെച്ചിട്ട് ഇതെന്തിനു പേടിക്കണേ, നമ്മുടെ കർത്താവല്ലേ, ജീവിക്കുന്ന ദൈവം, നിങ്ങൾ എന്തിനു ടെൻഷൻ അടിക്കണു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ധൈര്യപ്പെടുത്തിയിട്ടുണ്ട് നന്നായിട്ട്.
എന്നാലും ഈ സാധനം ഇങ്ങോട്ട് മേടിക്കാനായിട്ട് എനിക്ക് നല്ല, കാരണം അവൻ തന്നിട്ട് അവൻ രക്ഷപ്പെട്ടിട്ട് പോയി, പിന്നെ ഇത് ഞാൻ ചുമക്കണ്ടേ വേണ്ടേ? അതുകൊണ്ട് നല്ല ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. എനിക്ക് ബുദ്ധി പണ്ടേ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താ ബുദ്ധി എന്നറിയാമോ? അവർ വന്നിരിക്കുമ്പോൾ അവരെല്ലാം പറഞ്ഞ് ധൈര്യപ്പെടുത്തി, അവർക്കൊക്കെ നല്ല വിശ്വാസം കൊടുക്കും കേട്ടോ, നല്ല വിശ്വാസം. നിങ്ങൾ ടെൻഷനിക്കും വേണ്ട, പ്രാർത്ഥിക്ക്, കുമ്പസാരത്തിൽ പോയി ഏറ്റു പറയുക, വന്നു പോയ തെറ്റിനെ ഓർത്ത് അനുദപിക്ക്, മാനസാന്തരപ്പെട്, തമ്പുരാൻ സഹായിക്കും. എന്താ പറഞ്ഞ് ബൂസ്റ്റ് ചെയ്യണേൽ ഒട്ടും പിന്നോട്ട് പോയിട്ടില്ല, നന്നായിട്ട് അവരെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഒരാശീർവദിച്ചിട്ട് പ്രാർത്ഥനയൊക്കെ ചെല്ലിയിട്ട് ഞാൻ പറയും, ഇറങ്ങി പോകുമ്പോൾ ഇത് കൊണ്ടുപോയിട്ട് അവിടെ ആ വേസ്റ്റ് പാത്രം ഉണ്ട് അവിടെ കൊണ്ടുപോയിട്ട് പോകോളം പറയും. അവരല്ലേ കൊണ്ടുപോയിടുന്നത്, ഞാൻ മേടിച്ചിട്ട് എൻ്റെ വേസ്റ്റ് പാത്രത്തിൽ ഇട്ടിട്ട് എനിക്ക് വല്ലതും പറ്റിയാലോ. അപ്പോൾ അവർ കൊണ്ടുപോകണേ അങ്ങ് കൊണ്ടുപോയിക്കോളൂ. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട കേട്ടോ, പോക്കോ, ആ വേസ്റ്റ് പാത്രത്തിൽ കൊണ്ട് ഇട്ടോ എന്ന് പറഞ്ഞത് കൊടുത്തു വിടുമായിരുന്നു ആദ്യ വർഷങ്ങളിലെ. അപ്പോൾ ഞാനിത് ചെയ്യുന്നത് അവിടെയുള്ളൊരു വല്യച്ഛൻ കണ്ടു. ആ വല്യച്ഛൻ കണ്ടിട്ട് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് എനിക്ക് തന്ന് താക്കീതാ എന്ന് പറയുമോ, നിനക്കൊക്കെ എന്തിനാടാ പൗരോഹിത്യ പട്ടവും തന്ന് വിട്ടേക്കണേ ചോദിച്ചാൽ അങ്ങനെ തന്നെയാണ്, എടാന്ന് തന്നെ വിളിച്ച്, നിനക്കൊക്കെ എന്തിനാടാ പൗരോഹിത്യ പട്ടവും തന്ന് വിട്ടേക്കണത്? അവർക്ക് ജീവിതത്തിലൊരു തെറ്റ് പറ്റി, ഇപ്പം അതിൻ്റെ ദുരന്തഫലം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അതിൻ്റെ പേടിയും കൊണ്ട് അവർ വന്നേക്കണേ. നിന്നെ അച്ഛനാക്കി പൗരോഹിത്യ പട്ടം തന്നേക്കണേ ഈ ജനത്തിന് അതിനൊരു വിടുതൽ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ, അവർക്കൊരു ധൈര്യവും സമാധാനവും സ്വസ്ഥതയും കൊടുക്കാനല്ലേ. നിനക്ക് തന്നേക്കണ പൗരോഹിത്യ പട്ടത്തെക്കുറിച്ച് നിനക്ക് എന്തറിയാം? നീ അത് മേടിച്ച് ആ ജനത്തെ ഒന്ന് ഫ്രീ ആക്കി വിടുവല്ലേ, അതിന് വേണ്ടിയിട്ടല്ലേ ഇവിടെ വെള്ളക്കുപ്പായോട്ട് ഇരിക്കണത്. ഞാനിപ്പോൾ 2-3 സെൻറ്റൻസേ പറഞ്ഞോളൂ. അച്ഛൻ എന്നോട് പറഞ്ഞ എല്ലാം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റില്ല, പക്ഷേ അച്ഛൻ എന്നെ നന്നായിട്ട് ഫയർ ചെയ്തു വന്ന്. അതെനിക്കൊരു ബോധ്യമായിരുന്നു പറയുള്ളവർ, അതെനിക്ക് ആവശ്യമായിരുന്നു. ആ വെല്ലിസിനെ എന്നെ ഫയർ ചെയ്തത് എനിക്ക് ആവശ്യമായിരുന്നു. എനിക്ക് കിട്ടിയ വലിയൊരു ബോധ്യമാണിത്. പിന്നീട് മുതൽ എനിക്ക് തന്നെ ഒരു ബോധ്യമായി. എൻ്റെ ഭയം, ചിലപ്പോൾ ചില വഴക്ക് പറഞ്ഞ് ചില ഭയം വിട്ടുപോകുന്ന തോന്നണേ അല്ലേ. ഈ മക്കളൊക്കെ നമ്മൾ പേടിക്കുക, പെട്ടെന്ന് വഴക്ക് പറഞ്ഞാണല്ലേ, ശരിയാ. ചില വഴക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചില ഭയം വിട്ടുപോകും. എൻ്റെ ഇതിനോടുള്ള ഭയം അതോടെ വിട്ടുപോയി പറയുള്ളവരെ. ആ അച്ഛൻ അന്ന് അങ്ങനെ, കാരണം എൻ്റെ ഉള്ളിൽ എവിടെയോ ഞാൻ ആരാണെന്നുള്ളൊരു ബോധ്യം നിറയാൻ തുടങ്ങി. ഞാൻ ദൈവത്തിൽ നിന്ന് ദാനമായി അനുഗ്രഹമായിട്ട് പൗരോഹിത്യ പട്ടം സ്വീകരിച്ചൊരു പുരോഹിതനാണെന്നും ആ പൗരോഹിത്യത്തിനൊരു അധികാരമുണ്ടെന്നും എൻ്റെ ഉള്ളിൽ ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ധ്യാനമന്ത്രത്തിൽ ആര് ഈ പ്രശ്നമായിട്ട് വന്നാലും ഞാൻ അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹത്തോടെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ കുമ്പസാരിക്കാനൊക്കെ പറഞ്ഞു വിട്ടിട്ട് അവർ കൊണ്ടുവന്ന സാധനം ഞാനത് സ്വീകരിച്ചിട്ടത് കളയാൻ തുടങ്ങി. 10-15 വർഷമായി അച്ഛനായിട്ട് എനിക്കിതുവരെ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. പ്രിയമുള്ളവരെ, ജീവിതത്തിലെ ചില അനുഭവങ്ങൾ പഠിപ്പിക്കുക. നീ ആരാ, നിനക്ക് ദൈവം തന്നിരിക്കുന്നത് എന്താന്ന് ഈ രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ക്രിസ്ത്യാനിയും ധ്യാനിക്കേണ്ടതാ. നമ്മൾ ആരാണെന്നുള്ളത് അതിനൊരു ഉത്തരം കണ്ടെത്താനുള്ള പരിശ്രമമാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഈ പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം എന്താണെന്നറിയാമോ? നമ്മൾ ആരാ, നമ്മുടെ ശക്തി ആരാന്ന് നമുക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി നമ്മുടെ ബുദ്ധിയെ അങ്ങോട്ട് അന്ധമാക്കി വെക്കും. ഒരു മനോഹരമായൊരു വചനം ഇതാണ്. ഏശയ്യാ പ്രവചനം 5-ാം അധ്യായം 13-ാം തിരുവചനം. ഇങ്ങനെയാണ് വചനം പറയുന്നത്: അജ്ഞത നിമിത്തം എൻ്റെ ജനം അടിമത്തത്തിലേക്ക് പോയിന്ന. ഏശയ്യാ 5:13. അജ്ഞത നിമിത്തം എൻ്റെ ജനം അടിമത്തത്തിലേക്ക് പോയി. പിശാച് നമ്മുടെ അറിവിനെ മറച്ചു വയ്ക്കുക, എന്നിട്ട് നമ്മൾ അടിമത്തത്തിൽ പോയി കിടന്ന് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ, ആനയ്ക്ക് ഉറക്കെ പറയൂ, ഇവിടെ ഇങ്ങോട്ട് ഈ കോട്ടയം വിട്ട അങ്ങനത്തെ ചൊല്ലുകളൊന്നും ഇല്ലേ? ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ലെന്ന്. പ്രിയമുള്ളവരെ, കരയിലെ വലിയ ജീവിയാണ് ആന അല്ലേ? ആണോ? വലിയ ജീവിയാണ് ആന. ഈ ആനയ്ക്ക് സത്യത്തിൽ ഇതിൻ്റെ പവർ എന്താണെന്ന് അറിയാൻ പാടില്ല. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ആനയെ കൊണ്ടുപോയി ഈ തെങ്ങയിലൊക്കെ തളച്ചിടുക എന്ന് മനസ്സിലാവില്ലോ അല്ലേ? തളയ്ക്കുക, ചെറിയ ചങ്ങലയും കൊണ്ട് കാലിലിട്ട് തളച്ചിട്ടേക്കുക. മിക്കവാറും ഈ തെങ്ങിൻ്റെ മേളിലേക്ക് നോക്കിയാൽ മണ്ടരി പിടിച്ചിട്ട് ഒന്നുമില്ലാത്ത തെങ്ങ, തിരിഞ്ഞിട്ട് 2 ചവിട്ട് കൊടുത്താൽ താഴെ വീഴാന്നേ ഉള്ളൂ ആന. പക്ഷേ ആന എന്തെന്ന് പറയുമ്പോൾ ഫ്രണ്ടിലേക്കൊന്ന് കാല് വെച്ച് നോക്കും, അപ്പോൾ ചങ്ങല പതുക്കെ വലിയും. ആനയ്ക്ക് മനസ്സിലായി മുന്നോട്ട് പോകാൻ പറ്റില്ല. ആന പുറകോട്ട് ഇറങ്ങി നിന്നു. വീണ്ടും ഇത്ര നേരം കഴിയുമ്പോൾ ഒന്നോടെയും കാല് ഫ്രണ്ടിലേക്ക് വെച്ച് നോക്കും, അപ്പോഴും ചങ്ങല വലിയുക. ആനയ്ക്കറിയാം ഇനി ഇവിടുന്ന് പോകാൻ പറ്റില്ലെന്ന്. എന്നാൽ തിരിഞ്ഞിട്ട് 2 ചവിട്ട് കൊടുത്താൽ അത് താഴേക്ക് വീഴും. ഇതിനേക്കാളും നല്ല ഭാരമുള്ള തേക്കും പ്ലാവും ആഞ്ഞിലൊക്കെ കൊമ്പും മറ്റേ സംഭവം ഉണ്ടല്ലോ, തുമ്പിക്കൈ, കൊമ്പും തുമ്പിക്കൈയും ഒക്കെ വെച്ച് ഈ ആന വലിക്കണതാ അല്ലേ? പക്ഷെ അതിൻ്റെ ശക്തി അതിനറിയില്ല പറയുള്ളവരെ. അതുകൊണ്ട് അവിടെ തന്നെ
അതിലും ആനപ്പാപ്പൻ കളിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആനപ്പാപ്പൻ ചായ കുടിക്കാൻ പോണ സമയത്ത് ശ്രദ്ധിച്ചോ, ചായക്കടയുടെ എവിടെയെങ്കിലും ആനയെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് ആനപ്പാപ്പൻ ചായ കുടിക്കാൻ പോണ സമയത്ത് ഈ പാപ്പൻ്റെ കയ്യിൽ തോട്ടി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ അല്ലേ, തോട്ടി. ഈ തോട്ടി ആനയുടെ കൈയുടെ ഇവിടെ ഒരത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ ചാരി വെച്ചിട്ട് പുള്ളി പോകും. ആനയുടെ വിചാരം എന്താണെന്ന് അറിയാമോ? ഈ തോട്ടി ഇങ്ങനെ ചാരി ഇരിക്കുമ്പോൾ ആനയുടെ വിചാരം പാപ്പാൻ അവിടെ ഉണ്ടെന്നാ. പൊട്ടൻ ആന അവിടെ തന്നെ നിൽക്കും. പ്രിയമുള്ളവരെ, ഞാൻ ആനയെ പറയാൻ വേണ്ടിയിട്ടല്ല, ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ലെന്നാ. നിങ്ങൾ ഇത് ഇത്രയും വലിപ്പമുള്ള ആന ശരീരം ആനയ്ക്ക്. എനിക്ക് പലപ്പോഴും ഞാനിങ്ങനെ വളരെ രസകരമായിട്ട് ചിന്തിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ഇത്രയും വലിയ ശരീരമുള്ള ആനയ്ക്ക് ദൈവം കൊടുത്തേക്കണേ ഒരു നെല്ലിക്കയുടെ വലിപ്പമുള്ള 2 കണ്ണ് അല്ലേ? ഇനി അതും പോട്ടെ, അല്ല എൻ്റെ ഒരു ലോജിക്ക് അനുസരിച്ചാണ് ഇത്രയും വലിപ്പമുള്ള ആനയ്ക്ക് കുറഞ്ഞതൊരു പൊതിക്കാത്ത തേങ്ങയുടെ വലിപ്പമുള്ള കണ്ണെങ്കിലും കേമായിട്ടുണ്ട്. ഇനി അത് പോട്ടെ, ഈ കണ്ണിനും ശരീരത്തിൻ്റെ ഇടയിൽ മുറം പോലെയുള്ള വലിയൊരു ചെവി. അത് കാരണം ഇതിൻ്റെ ശരീരത്തിൻ്റെ വലിപ്പം കാണാൻ പറ്റുമോ? ഇനി കാണണേ എന്ത് ചെയ്യണം? കണ്ണാടി നോക്കണം. ഒരു പാപ്പാനും അത്രയും വലിയ കണ്ണാടി വിട്ട് മേടിച്ചു കൊടുക്കുകയില്ല. ആനയെ നമുക്ക് വിടാൻ കേട്ടോ, ഞാൻ ഈ വെറുതെ പറഞ്ഞ് വന്നപ്പോൾ പോയിന്നുള്ളൂ. ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറഞ്ഞതുപോലെ ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയുടെ വലിപ്പം ഞാൻ ആദ്യം എൻ്റെ ജീവിതത്തിൽ പറയാം, അച്ഛൻ്റെ വലിപ്പം അറിയാൻ പാടില്ല. അച്ഛൻ്റെ വലിപ്പം അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയുടെ ശക്തി എന്തെന്നോ ക്രിസ്ത്യാനിയുടെ ബലം എന്തെന്നോ അറിയാൻ പാടില്ല. ഇത് അറിയിക്കാതെ പിശാച് നമ്മുടെ ബുദ്ധിയെ മറച്ചു വെച്ചേക്കുക. ഈ അജ്ഞത നിമിത്തം എൻ്റെ ജനം അടിമത്തത്തിലേക്ക് പോകുക. ഒരു ക്രിസ്ത്യാനി ആരെന്നറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവളുടെ ജീവിതത്തിൻ്റെ പല കെട്ടുകളും പൊട്ടാൻ തുടങ്ങും. വലതുകരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയാ. ശക്തിയോടെ ഒന്ന് കൈയടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. നന്നായിട്ട് കൈയടിച്ചോ.